ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ഓഫീസുകൾ ആരംഭിച്ചാണ് പാർട്ടികളുടെ പ്രവർത്തനം. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയുടെ ഓഫീസ് ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിനും യു.ഡി.എഫിൻ്റേത് ഇന്ദിരാഭവനിലുമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എൽ.ഡി.എഫിൻ്റെ പ്രവർത്തനങ്ങൾക്കായി എ.കെ.ജി. സെന്ററിലോ സി.പി.ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പി.എസ്. സ്മാരകത്തിലോ മുന്നണി ഓഫീസുകളുടെ പ്രവർത്തനമില്ല. തിരുവനന്തപുരത്തെ കാര്യമാണ്. റിപ്പോർട്ടിലേക്ക്. രാജ്യതലസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിഗംഭീരമായാണ് കേരള നാട്ടിൽ പുരോഗമിക്കുന്നത്. മുന്നണി സമവാക്യങ്ങളിൽ പോലും മാറ്റമുണ്ടാക്കാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയങ്ങളുടെ ദൃശ്യമാണ് കണ്ടത്. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയുടെ ഓഫീസ് ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫിൻ്റേത് ഇന്ദിരാഭവനിലുമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഭരണത്തിലുള്ള എൽ.ഡി.എഫ് മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കായി എ.കെ. സെന്ററിലോ സി.പി.ഐയുടെ സംസ്ഥാന ഓഫീസായ പി.എസ്. സ്മാരകത്തിലോ മുന്നണി ഓഫീസുകളുടെ പ്രവർത്തനമില്ല. മുന്നണി സമവാക്യങ്ങളെപ്പോലും മാറ്റിമറിക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും നാം കണ്ടിട്ടുള്ളത്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന് പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നതും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും മുന്നണികളിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടുതന്നെ അറിയണം. 16 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യുമാണ് LDF മുന്നണിയിൽ മത്സരിക്കുന്നത്. 16 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ മുസ്ലിം ലീഗും, ഓരോ സീറ്റ് വീതിൽ RSPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി UDF-ഉം, 16 സീറ്റിൽ BJP-യും 4 സീറ്റിൽ BDJS-ഉമായിട്ടാണ് NDA മുന്നണിയും മത്സരിക്കുന്നത്. അതിശക്തമായി നടക്കുന്ന ഈ മത്സരത്തിൽ തെരഞ്ഞെടുപ്പ് കാര്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളും അതിഗംഭീരമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.